ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ത്രയ ഡയറീസ്. എല്ലാ കൂട്ടുകാർക്കും ത്രയ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ മൂകാംബിക യാത്രയെക്കുറിച്ചാണ്. ഞാൻ കണ്ട എൻ്റെ മൂകാംബികയും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. മൂകാംബിക യാത്ര ഒരു പ്ലാൻ ചെയ്ത യാത്രയായിരുന്നില്ല. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മൂകാംബികയിലേക്ക് പോകണമെന്നുള്ളത്. പ്രത്യേകിച്ച് അരവിന്ദൻ്റെ അതിഥികൾ സിനിമ കണ്ടപ്പോൾ മുതൽ, അന്ന് മുതൽ തുടങ്ങിയതാണ് മൂകാംബികയിലേക്കൊരു യാത്ര. മൂകാംബികയിൽ ചെന്നപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും പ്ലാൻ ചെയ്ത് നമുക്ക് മൂകാംബികയിൽ പോകാൻ കഴിയില്ല. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അമ്മ വിളിച്ചാൽ മാത്രം ചെല്ലാൻ പറ്റുന്ന ഒരിടം. അവിടെയുള്ള മറ്റ് തീർത്ഥാടകരോടും തിരുമേനിമാരോടും ചോദിച്ചപ്പോഴും അവരും പറഞ്ഞത് ഇതുതന്നെയാണ്. നിങ്ങൾക്ക് മൂകാംബികയിൽ വരണോ? അമ്മ വിളിക്കണം. അമ്മ വിളിച്ചാൽ മാത്രമേ നമുക്ക് മൂകാംബികയിൽ ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ട്രെയിനിന് പോകാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ നിന്നും ട്രെയിനുകൾ വളരെ കുറവായതിനാൽ ട്രെയിൻ യാത്ര ഞാൻ മാറ്റിവെച്ചു. എൻ്റെ യാത്ര KSRTC സ്വിഫ്റ്റ് ബസ്സിലായിരുന്നു. എൻ്റെ KSRTC എന്ന ആപ്പ് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കോട്ടയത്ത് നിന്നുമാണ് എൻ്റെ യാത്ര ആരംഭിച്ചത്. കോട്ടയത്ത് നിന്നും കൊല്ലൂർ മൂകാംബിക വരെ ട്രെയിൻ യാത്ര പോലെ തന്നെ വളരെ സുഖകരമായ യാത്ര തന്നെയായിരുന്നു KSRTCയിലെ യാത്രയും. വൈകുന്നേരം 6:30 കോട്ടയത്ത് നിന്നും പുറപ്പെടുന്ന KSRTC പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴേക്കും കൊല്ലൂർ മൂകാംബികയിലേക്ക് എത്തിച്ചേരും. കൊല്ലൂരിലെത്തിയാൽ ആദ്യം നമ്മളെ വരവേൽക്കുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ ആ പച്ചപ്പും ശാന്തതയുമാണ്. ആ അന്തരീക്ഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വല്ലാത്ത സമാധാനം കിട്ടും. അവിടുത്തെ പ്രധാന ആകർഷണം എന്താണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തന്നെയാണ്. സരസ്വതി ദേവി മൂകാസുരനെ വധിച്ച സ്ഥലമാണിതെന്നാണ് വിശ്വാസം. പിന്നെ ആദി ശങ്കരാചാര്യർ നേരിട്ട് ശ്രീചക്രം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണെന്നറിഞ്ഞപ്പോൾ അതുതന്നെ വല്ലാത്തൊരു ഭക്തിയായിട്ട് തോന്നിപ്പോയി. മൂകാംബികയുടെ പ്രധാന കവാടം കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ഭക്തി നിറയും. അവിടെയുള്ള വനദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം വേണം അമ്മ മൂകാംബികയെ കാണാനായിട്ട് പോകാൻ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ശരിക്കും അതൊരു അത്ഭുത ലോകം പോലെ തോന്നിപ്പോയി. ശിവന്റെയും ശക്തിയുടെയും ഒത്തുചേരലാണ് അവിടുത്തെ പ്രധാന വിഗ്രഹം. ആ ഒരു വൈബ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയില്ല. പിന്നെ ക്ഷേത്രത്തിന് തൊട്ടടുത്തു കൂടി ഒഴുകുന്ന സൗപർണിക നദി. ആ നദിയുടെ തീരത്തൊന്നിരുന്നാൽ മതി, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും അതങ്ങ് മാറിക്കിട്ടും. 64 ഔഷധ സസ്യങ്ങൾ കലർന്നതാണ് ആ വെള്ളം ഒഴുകി വരുന്നതെന്നാണ് അവർ പറയുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് അവിടുത്തെ അന്നദാനമാണ്. വിശന്ന് വരുന്ന ആർക്കും അവിടെ ഭക്ഷണം മുടങ്ങില്ല. ദേവി തന്നെ നേരിട്ട് വിളമ്പുന്നത് പോലെ തോന്നും. എത്ര ടെൻഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ആശ്വാസത്തോടെയാണ് ഓരോ ഭക്തനും അവിടെ നിന്നും മടങ്ങുന്നത്. ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ചണ്ഡികാ ഹോമം. ഇത് ദേവീപ്രീതിക്കും കാര്യവിജയത്തിനും വേണ്ടി ഭക്തർ നടത്തി വരുന്നു. ഈ ഒരു വഴിപാട് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് അറിവ് വർദ്ധിപ്പിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും ഇവിടെ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. ക്ഷേത്രത്തിൽ ഭക്തർ ധാരാളമായി ചെയ്തു വരുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് തുലാഭാരം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്തർ വസ്ത്രധാരണത്തിലും ആചാരങ്ങളിലും പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട്. സൗപർണിക നദീതീരത്തെയും ക്ഷേത്ര പരിസരത്തെയും ശാന്തമായ അന്തരീക്ഷം ഭക്തരുടെ മാനസിക സമ്മർദ്ദങ്ങൾ അകറ്റാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ രാത്രി വരെ വിവിധ പൂജകളും ദർശന സമയങ്ങളുമുണ്ട്. വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുമുണ്ട്. പുലർച്ചെ 5 മണിക്ക് നട തുറക്കുമ്പോൾ നടക്കുന്നതാണ് നിർമ്മാല്യ ദർശനം. ഈ സമയം ദർശനം നടത്തുന്നത് അതീവ പുണ്യകരമായി ഭക്തർ കരുതുന്നു. മഹാപൂജ ദിവസവും നടക്കുന്ന പ്രധാന പൂജയാണിത്. ഇവിടുത്തെ ഓരോ പൂജാരീതികളും കൃത്യമായ ആചാരങ്ങളോടെയാണ് നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വിഗ്രഹത്തിൻ്റെ വലതുഭാഗം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെയും ഇടതുഭാഗം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ശക്തി സ്വരൂപിണികളെയും സൂചിപ്പിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ആദി ശങ്കരാചാര്യർ ഇരുന്നാണ് ധ്യാനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ശങ്കര സിംഹാസനം ഇന്നും ഭക്തർക്ക് വന്ദിക്കാൻ സാധിക്കും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പല ഭക്തരും മൗനം പാലിക്കാറുണ്ട്. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.
കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷമാണ് വാർഷിക ബ്രഹ്മോത്സവം. ഫാൽഗുന മാസത്തിലാണ്, സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ 9ാം ദിവസം നടക്കുന്ന രഥോത്സവം വളരെ പ്രസിദ്ധമാണ്. അലങ്കരിച്ച വലിയ രഥത്തിൽ ദേവിയുടെ വിഗ്രഹം എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തുന്നു. ആയിരക്കണക്കിന് ഭക്തർ ഈ രഥം വടം വലിക്കാൻ എത്തിച്ചേരുന്നു. രഥം വലിക്കുന്നത് വലിയ പുണ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ, സംഗീത കച്ചേരികൾ, കലാപരിപാടികൾ എന്നിവ നടക്കാറുണ്ട്. ക്ഷേത്രം ദീപാലങ്കൃതമായി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മൂകാംബിക ദർശനത്തിന് ശേഷം പിന്നീട് ഞാൻ പോയത് കുടജാദ്രിയിലേക്കാണ്. അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കുടജാദ്രിയിലേക്കുള്ള യാത്രക്കിടയിൽ ഉണ്ടായത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി മലനിരകളെക്കുറിച്ച് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അത് അനുഭവിച്ചറിയുന്നതിൻ്റെ ഫീല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാടുകളിലൂടെയും കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെയുമുള്ള ആ യാത്ര അത് തന്നെ വലിയൊരു അനുഭവമാണ്. മുകളിലെത്തിയാൽ ശരിക്കും നമ്മൾ മേഘങ്ങൾക്ക് മുകളിലൂടെയാണെന്ന് തോന്നിപ്പോകും. കുടജാദ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദി ശങ്കരാചാര്യർ ധ്യാനിച്ചിരുന്ന സർവജ്ഞപീഠം അവിടെയുണ്ട്. ആ മലയുടെ മുകളിൽ പോയി നിന്നാൽ താഴെയുള്ള പ്രകൃതി ഭംഗി കാണാൻ നല്ല രസമാണ്. പിന്നെ അവിടെയുള്ള ചിത്രമൂല ഗുഹ, അവിടെയൊക്കെയൊന്ന് ഇരുന്നാൽ തന്നെ ശരിക്കും മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. സൗപർണിക നദി ഉത്ഭവിക്കുന്നത് ഈ മലനിരകളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാറ്റിൽ പോലും എന്തോ ഒരു പ്രത്യേക ഉന്മേഷമുണ്ട്. നിങ്ങൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലമാണ് കുടജാദ്രി. തീർത്ഥാടനം എന്നത് വെറും ഒരു യാത്ര മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ തിരയാനുള്ള ഒരു അവസരം കൂടിയാണ്. കൊല്ലൂർ മൂകാംബിക എന്ന പുണ്യഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും പോകാൻ സാധിക്കുന്നത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി തന്നെ കണക്കാക്കണം. നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.